മീനാക്ഷി അവിട്ടം, ഷിജിൻ തൃക്കേട്ട, സന്തോഷ് മൂലം. എടോ, ഞാൻ നേരത്തെ തന്നെ കളിയാക്കിയതല്ലോ. പെട്ടെന്ന് കേട്ടപ്പോ സാരമില്ല. ഞാൻ ആ തിരുമേനിയുടെ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് സന്തോഷ് മൂലം നക്ഷത്രം എന്ന് വിളിക്കണമെന്ന്. എന്നാലും മൂലം എന്ന് വിളിക്കുള്ളൂ. അതിനിപ്പോ എന്താ, ഒരു നക്ഷത്രല്ലേ? മേഡം 10-നാണ് ഞാൻ ജനിച്ചത്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നക്ഷത്രം പൂരാടം ആയനെ. പക്ഷെ പൂരാടം ആണുങ്ങൾക്ക് നല്ലതല്ലെന്ന് അമ്മയോട് ഏതോ ഒരു ജോത്സ്യം പറഞ്ഞു. പുറത്ത് വരാതിരുന്നതിന് അമ്മ കഷ്ടപ്പെട്ട പ്രസവിച്ച് പുറത്തിട്ട്. എന്നാലും ആരാണെന്തോ നക്ഷത്രത്തിന് ഈ പേരൊക്കെ കൊണ്ടിട്ട്. എടോ, മൂലം എന്ന് വെച്ചാൽ ആ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. മൂലത്തിന് അത് കാരണം എന്നൊരു അർത്ഥമുണ്ട്. താൻ കേട്ടിട്ടില്ലേ? കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം. ഉലകിൽ സുലഭം. അത് തന്നെ. അപ്പൊ ചിലപ്പോ ആ മൂലായിരിക്കും ഈ മൂലം. പിന്നെ നമ്മുടെ CID മൂസയിലെ ദിലീപേട്ടന്റെ പേരെന്താ? മൂലം കുഴിയിൽ സഹദേവൻ. CID മൂസ മൂലം കുഴിയിൽ. ഛേ, വൃത്തിയേട്. ഇത്രയും കാലം സിനിമ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്റെ ഫേവറേറ്റ് പടമായിരുന്നു. ഇനിയിപ്പോ കാണുമ്പോ ഇതായിരിക്കും ഓർമ്മ വരിക. ഇപ്പൊ ശരിയാണേലും സ്കൂളിൽ പഠിച്ചപ്പോൾ ട്രോമയായിരുന്നു. സകല എണ്ണോ മൂലം മൂലം എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും കുറേ എണ്ണം അങ്ങനെ തന്നെ വിളിക്കുന്നത്. സ്കൂളിൽ പോകാൻ തന്നെ തോന്നൂലായിരുന്നു അപ്പോഴത്തെ ഒരു ഇത്. ഞാൻ 9ാം ക്ലാസ് വരെ പാരൻസിന്റെ ഒപ്പം അങ്ങ് മുംബൈയിലായിരുന്നു. പിന്നെ 10ാം ക്ലാസ് അല്ലേ നാട്ടിൽ വന്ന് പഠിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇവിടെ എത്തി ഒരു മാസം ആവുന്നതിന് മുന്നേ ഞാൻ പണ്ട് FBയിൽ ഇട്ടിട്ടുള്ള ഏതോ ഒരു ഫോട്ടോ എന്റെ ക്ലാസ്സിലൊരു പയ്യനവന്മാർ ഗ്രൂപ്പിലിട്ടു. അതിൽ ഞാനാണെങ്കിൽ ഒരു ടീഷർട്ടും നമ്മുടെ ഈ ചെറിയ സ്കേർട്ടും ഈ മുട്ടിന് മേലെ വരെയുള്ള. ഇവന്മാരിത് ഗ്രൂപ്പിലിട്ട് എന്നെ വലിയ ഒരു പേരൊക്കെ, ഒരു വിളിപ്പേരൊക്കെ ഇട്ടും. അറിയാലോ. അപ്പോൾ സ്കൂള് അവിടെയും ട്രോമ ആയിരുന്നല്ലേ? പണ്ടൊക്കെ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കരയുമായിരുന്നു. പിന്നെ എനിക്കൊരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു, ചിത്ര ടീച്ചർ. ടീച്ചർ അടുത്ത് പോയി ഞാൻ ഇവന്മാരെ പറ്റി കംപ്ലൈന്റ് ചെയ്യും. ടീച്ചർ വരെ പിടിച്ച് വഴക്ക് പറയുമെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഇവര് പിന്നെ എന്നാ പേരെന്നെ വിളിക്കും. പക്ഷെ അന്ന് ടീച്ചർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. നമ്മളെ കളിയാക്കുന്നവർക്ക് നമുക്ക് ഹേർട്ട് ആവുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അവർക്ക് പിന്നെയും പിന്നെയും കളിയാക്കാൻ ആവേശം എന്ന്. അന്ന് മനസ്സിലായില്ലേലും പക്ഷെ പിന്നീട് ജീവിതത്തിൽ അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ വിഷമായാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് നമ്മൾ കൂളാണ്, ചില്ലാണെന്ന് അറിയുമ്പോൾ ഈ കളിയാക്കലൊക്കെ അങ്ങ് താനെ നിന്നോളൂ. യൂട്യൂബിൽ ഒരുമാതിരി മോട്ടിവേഷണൽ വീഡിയോ കണ്ടപോലെ ഉണ്ട്. എപ്പോഴേലും എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് ഉപകാരപ്പെട്ടോളൂ. അപ്പൊ ശരി. ശരി. എടോ, താനെന്ത് മനുഷ്യനാണ്? നമ്മൾ ഇത്ര നേരം സംസാരിച്ചിട്ട് താൻ്റെ പേര് പോലും ചോദിച്ചോ? വേറെ വല്ലവരാണെങ്കിൽ സമയം കൊണ്ട് എൻ്റെ പേരും വീട്ടുപേരും അഡ്രസ്സ് വരെ ചോദിച്ചേനെ. മീനാക്ഷി. സന്തോഷ് മൂലം.